ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിൻ്റെ പുതിയ അധ്യക്ഷനായി സാമുവൽ മാർ തിയോഫിലോസ് തെരഞ്ഞെടുക്കപ്പെട്ടു. ചെന്നൈ ഭദ്രാസനാധിപനായിരുന്നു. പ്രവീൺ പുരുഷോത്തം വിശദാംശങ്ങളുമായി. പ്രവീൺ, എന്തൊക്കെയാണ് കൂട്ടിച്ചേർക്കാനുള്ളത്? നികേഷ്, ഇപ്പോൾ ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് പരമാധ്യക്ഷനായി സാമുവൽ മോർ തിയോഫിലോസിനെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അദ്ദേഹമാണ് പുതിയ മെത്രാപ്പോലീത്ത. ഐകകണ്ഠേയമായാണ് തെരഞ്ഞെടുപ്പ് എന്ന് സഭാ നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം നിലവിൽ ചെന്നൈ ഭദ്രാസനാധിപനാണ്. 7 ബിഷപ്പുമാരാണ് ഈ പരമാധ്യക്ഷനെ തിരഞ്ഞെടുക്കാനുള്ള ഒരു സിനഡ് യോഗത്തിൽ പങ്കെടുത്തത്. ഇതിൽ 6 ബിഷപ്പുമാർ നേരിട്ടിവിടെ എത്തിയിരുന്നു. ഒരു ബിഷപ്പ് ഓൺലൈനായും പങ്കെടുത്തു. കൂടാതെ നിർണായകമായിട്ടുള്ള ചില തീരുമാനങ്ങൾ കൂടി എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ജൂലൈ 14 തന്നെ ഈ ഒരു ചടങ്ങിൽ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നതിനായി ബിഷപ്പുമാർ എല്ലാവരും എത്തണമെന്ന് പ്രത്യേക നിർദ്ദേശം ബിഷപ്പുമാർക്ക് നൽകിയിരുന്നു. ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെയാണ് ഈ പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുത്തതെന്ന് വാർത്താസമ്മേളനത്തിൽ അല്പസമയം മുമ്പ് ഭാരവാഹികൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് പുതിയ മെത്രാപ്പോലിത്തയായി സാമുവൽ മോർ തിയോഫിലോസ് ആയിരിക്കും ചുമതല ഏൽക്കുക. അദ്ദേഹം നിലവിൽ ചെന്നൈ ഭദ്രാസനാധിപനാണ്. ജൂൺ 22-നായിരിക്കും പുതിയ സ്ഥാനാരോഹണ ചടങ്ങ് എന്നാണ് ഇപ്പോൾ ഇതിൻ്റെ നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. കൂടാതെ സഭാ സെക്രട്ടറിയായി മോർ ബർണബാസിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അങ്ങനെ ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് അദ്ദേഹത്തിൻ്റെ മരണശേഷം ഇപ്പോൾ പുതിയ തീരുമാനങ്ങളിലേക്കാണ് സഭ ഇപ്പോൾ കടന്നിരിക്കുന്നത്. ചെന്നൈ, കൊൽക്കത്ത, കൊളംബോ, കാഠ്മണ്ഡു, നോർത്ത് അമേരിക്ക തുടങ്ങിയ പലയിടങ്ങളിലും ഈ ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിൻ്റെ സ്ഥാപനങ്ങളിൽ പുതിയ ചുമതലക്കാരായിരിക്കും ഉണ്ടാവുകയെന്നും അല്പസമയം മുമ്പ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ മെയ് 21-നായിരുന്നു KP ഹോന്നാൻ്റെ ഖബറടക്കം നടന്നത്. തുടർന്ന് മെയ് 22-ന് തന്നെ നിർണായകമായിട്ടുള്ള സിനഡ് ചേർന്നിരുന്നു. കഴിഞ്ഞ ദിവസം 40-ാം ചരമദിനം ഇവിടെ ആചരിച്ചിരുന്നു. അന്ന് ദില്ലി ലഫ്റ്റനന്റ് ഗവർണർ ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ ദിവസം ഈ ഒരു 40-ാം ചരമദിനത്തിൽ പങ്കെടുത്തിരുന്നു. പിന്നീടാണ് ഇന്നിപ്പോൾ നിർണായകമായിട്ടുള്ള സിനഡ് ചേർന്നത്. ആ സിനഡിന് ശേഷമാണ് ഇപ്പോൾ സാമുവൽ മോർ തിയോഫിലോസിനെ പുതിയ ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് മെത്രാപ്പോലിത്തയായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് പരമാധ്യക്ഷനായി സാമുവൽ മോർ തിയോഫിലോസ് ആയിരിക്കും. അദ്ദേഹം നിലവിൽ ചെന്നൈ ഭദ്രാസനാധിപനാണ്. ഇപ്പോഴും ഇവിടെ ഈ സിനഡിന് ശേഷമുള്ള ഈ പ്രഖ്യാപനത്തിന് ശേഷമുള്ള ചടങ്ങുകൾ ദേവാലയത്തിൽ തുടരുകയാണ്. നികേഷ്, പുതിയ അധ്യക്ഷനല്ലാതെ മറ്റ് ഏതൊക്കെ ഭാരവാഹികളെയാണ് ഇത് തിരഞ്ഞെടുക്കേണ്ടിയിരുന്നത്? അവരാരൊക്കെയാണ് പ്രവീൺ? നിലവിൽ അത്തരം ഒരു വിപുലമായിട്ടുള്ള തെരഞ്ഞെടുപ്പിലേക്ക് പോയിട്ടില്ല. ഇന്ന് പ്രധാനമായും ഈ ഒരു സിനഡ് യോഗത്തിൻ്റെ അജണ്ട എന്നുള്ളത് പുതിയ മെത്രാപ്പോലിത്തയെ തിരഞ്ഞെടുക്കുക എന്നത് തന്നെയായിരുന്നു. കൂടാതെ അല്പസമയം മുമ്പ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത് പുതിയ സെക്രട്ടറി കൂടി തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. നികേഷ്, ഇപ്പോൾ പുതിയ മെത്രാപ്പോലിത്തയുടെ അഭിസംബോധന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വിശ്വാസികളെ. പ്രത്യേകിച്ച് മെത്രാപ്പോലീത്ത പിതാവില്ലാത്ത കാലത്ത് ഈ ദൗത്യം ഏറ്റെടുത്ത് ചെയ്യുക എന്ന് പറയുന്നത് ഒരു മനുഷ്യനായിരിക്കെ എനിക്ക് ഒട്ടും ആഗ്രഹമില്ലാത്ത, എന്നാൽ ദൈവം ഏൽപ്പിക്കുന്നത് ചെയ്യുക, അതാണ് പഠിച്ചിട്ടുള്ളത്. അത് സഭയ്ക്ക് വേണ്ടിയും ഒരു സമൂഹത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ മക്കളുടെ നന്മയ്ക്ക് വേണ്ടി. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിൻ്റെ പുതിയ അധ്യക്ഷനായി സാമുവൽ മാർ തിയോഫിലോസ് തെരഞ്ഞെടുക്കപ്പെട്ടു. ചെന്നൈ ഭദ്രാസനാധിപനാണ് നിലവിൽ സാമുവൽ മാർ തിയോഫിലോസ്.